Bismillahirrahmanirrahim. Allahumma alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. ശബ്ദം കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ 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 കേൾക്കുന്നുണ്ട്. യെസ് യെസ്. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അല്ലാഹുമ്മ യസ്സിർ വലാ തുവസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. അല്ലാഹുവേ എളുപ്പമാക്കണമേ, പ്രയാസമില്ലാതെയാക്കി തരണമേ. ഒരുപാട് ഇൽമ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് നൽകുകയും അതോടൊപ്പം അത് പ്രാവർത്തികമാക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകുകയും ചെയ്യണമേ. ഇൻഷാ അല്ലാഹ്. നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഒന്ന് കേൾക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഓരോ ആളുകൾക്ക് ഓരോ ആയത്തുകൾ പാരായണം ചെയ്യാൻ അവസരം തരാം. ആദ്യം ഒന്ന് കേൾക്കുക, എൻ്റെ കൂടെ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളും പാരായണം ചെയ്യുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഓക്കെ, അപ്പോ ഓരോ ആളുകൾക്കായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി അവസരം തരികയാണ്. ഇസ്തിആദ, അൽ ഇസ്തിആദത്തു, ശരണം തേടൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിന്റെ പേരാണ് എന്ത്? ഇസ്തിആദ. ഇസ്തിആദ, അൽ ഇസ്തിആദ. ഇസ്തിആദ. ഓക്കെ, ആരാണ് ഇസ്തിആദ പാരായണം ചെയ്യുക? ഒരാള്. أعوذ بالله من الشيطان الرجيم. അവിടെ ബില്ലാഹി എന്ന് പറഞ്ഞപ്പോ ഹാ നമ്മളെ ബോട്ടം ഓഫ് ദി ത്രോട്ടിൽ നിന്നല്ല വന്നതെന്ന് തോന്നുന്നുണ്ടല്ലോ. ഒന്നുകൂടെ ഹ. നമ്മളിനി ഇന്ന് വായിക്കുന്ന പദങ്ങളും ആയത്തുകളും ഒക്കെ പ്രധാനമായും ശ്രദ്ധിക്കുക ഹൽക്കിന്റെ അക്ഷരങ്ങളായിരിക്കും. അത് എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. ഒന്നുകൂടെ പറഞ്ഞോളൂ. ഒന്നുകൂടി أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. ഓക്കെ, ബില്ലാഹി. ബില്ലാഹി എന്നാണ് പറഞ്ഞത്. ബില്ലാഹി. ഓക്കെ, ഇപ്പൊ റെഡിയാ. മറ്റേ നമ്മളെ ഞാൻ അന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മള് ഗ എന്ന് പറയുന്നില്ലേ, ഗഗനം, അതിനോട് ചേർന്ന സ്ഥലത്തുനിന്ന് ഹ എന്ന് പറയുന്നവരുണ്ട്. ബില്ലാഹി, ഹുവ, ഹി, ഹി. നാവ് അണ്ണാക്ക് ഉപയോഗിച്ചിട്ട് പറയുന്നവരുണ്ട്. അങ്ങനെ വരാതെ
തൊണ്ടയുടെ താഴെ ഭാഗത്ത് നിന്ന് തന്നെ വരണം. വസത്തുൽ ഓക്കെ. ഹൽക്കിൽ നിന്നും താഴെ വരണം. ഓക്കെ, ശരി. ഇനി മറ്റൊരാൾ, അപ്പോ ഇന്നത്തെ അവസരം ഓരോരുത്തരും മറ്റൊരാൾക്ക് സമ്മാനിച്ചുകൊണ്ടായിരിക്കണം കേട്ടോ. പ്രത്യേകിച്ച് എന്റെ മുമ്പിൽ പേരില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അവസരം തരുന്നത്. അപ്പോ ഇനി മറ്റൊരാള് ബസ്മല. ബസ്മല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബിസ്മില്ലാഹി. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ നാമമാണ് ബസ്മല. അൽ ഇസ്തിആദതു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അൽ ബസ്മലതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, ആരാ? ആ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നുകൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീം. ഒന്നുകൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ഒരു മേജർ പ്രശ്നമുണ്ട്. അത് ഞാനിതാ ഈ ഫാത്തിഹ കഴിഞ്ഞിട്ട് അല്പം കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ നിങ്ങള് പിന്നെ അത് ഓർക്കണം കേട്ടോ. ഇപ്പൊ ഇപ്പൊ പാരായണം ചെയ്ത ബസ്മല പാരായണം ചെയ്ത ആളെ പേരെന്താ? സുലൈഖ. ആ, സുലൈഖ ഒന്ന് ഓർക്കണം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയും. ആ സമയത്ത് കറക്ഷൻ പറയും. ഓക്കെ. ഇനി അൽഹംദു രണ്ടാമത്തെ ആയത്താരാ? ഞാൻ ഓതാ ഉസ്താദേ. യാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്നുകൂടെ, ഞങ്ങക്ക് ഒന്നുകൂടെ കേൾക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ. ഒന്നുകൂടെ റബ്ബിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു അൽഹംദുലില്ലാഹി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഐൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാരും ഒന്ന് ഒതുക്കിയ അവിടുന്ന് മെല്ലെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓക്കെ. ഇനി മൂന്നാമത്തെ ആയത്ത് മറ്റൊരാൾ. ഞാനോതാ. ആ, ഞാൻ രണ്ടാളായി. അതിൽ ഒരാൾ ഇപ്പോഴും അർ-റഹ്മാനിർ റഹീം. ഒന്നുകൂടെ. അർ-റഹ്മാനിർ റഹീം. ആ, ഓക്കെ. അർ-റഹ്മാനിർ റഹീം. ഓക്കെ. മാലിക് യൗമിദ്ദീൻ വേറെ ഒരാൾ. മാലിക് യൗമിദ്ദീൻ. മാലിക് മാ എന്നതിനെ അല്പം ലൈറ്റ്. മാലികി മാലികി അതാ കറക്റ്റ്. മാലികി. മാലിക് യൗമിദ്ദീൻ. ഓക്കെ. മറ്റൊരാൾ. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഓക്കെ. പറയ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഒന്നുകൂടെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സ്വാദിലേക്ക് ഒന്നുകൂടെ വരട്ടെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം.
തുവ എന്ന് വാ വരണോന്നില്ല. പക്ഷെ സീ എന്നുള്ളത് കുറച്ചും കൂടെ സീനെന്ന് സാദിലേക്ക് اهدنا الصراط المستقيم. ഓക്കെ ഓക്കെ. മുസ്തഖീം. നെക്സ്റ്റ് ആരാ? ചെറിയ ഇതിനാളില്ലേ? ഓതാൻ പറ്റും ഉസ്താദേ? صراط അല്ല, الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. മഗ്ദൂബിയും വലദ്ദാലീനും രണ്ടും രണ്ടായല്ലോ. ഒന്നൂടെ. غير المغضوب عليهم ولا الضالين. രണ്ടും രണ്ടാണല്ലോ വന്നത്. ഒന്നും കൂടെ നോക്കിയിട്ട് രണ്ടും രണ്ട് തന്നെയാണോ എന്ന് പരിശോധിച്ച് നോക്കൂ സ്വയം. പോലെ അല്ല, അങ്ങനെയാണോ? രണ്ടും സെയിം അല്ലേ? സെയിം ലെറ്റർ അല്ലേ? അതെ. അപ്പൊ മഗ്ദൂബി എന്ന് പറയുമ്പോ അവിടെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ദാല് കടന്നു കൂടിയിട്ടുണ്ട്. ദാല് വരാതെ ആവണം. മഗ്ദൂബിന വരുന്നത് എന്നത് ദാല് അധികം ആവരുത്. ദാല് തന്നെ ഇല്ല, പക്ഷെ ദാല് പോലെ കൂടുതൽ വരാൻ പാടില്ല. വലദ്ദാന്നായി പോവരുത്. മറ്റടുത്ത് ദൂബിയായി പോവരുത്. മഗ്ദൂബി റെഡിയായി ഇപ്പം. പക്ഷെ വലദ്ദാന്നാ പിന്നെ വരുന്നത്. വലദ് എന്ന് വിചാരിച്ചിട്ടുണ്ട്, പിന്നെ അല്ലാന്നാ വന്നത്. നാവിന്റെ വശം ആ വശത്തെ അണപ്പല്ലിലേക്ക് ഉണ്ട്. നമ്മൾ പിന്നെ പഠിക്കും അത് ഇൻഷാ അല്ലാഹ്. ആയതുകൊണ്ട് കേൾപ്പിച്ചു ഓദിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ല, അത് നാവിന്റെ അറ്റം മാത്രമായി പോവും. ഏതാണ്ട് ഇൻഷാ അല്ലാഹ് ശരിയാവും. ആമീൻ. ഓക്കെ, ഇതാൻ നമ്മള് ഇതുവരെ പഠിച്ച കാര്യം ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ നോട്ടിലൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഒന്നാമത് നമ്മള് അക്ഷരങ്ങളെ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന അക്ഷരങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടല്ലോ? നോട്ട്ബുക്കിൽ അക്ഷരമാല മുഴുവനും എഴുതി വെച്ചവരൊന്ന് ഒരു കൈയിടൂ. അതെ. ഓക്കെ. യെസ്. ഓക്കെ. ഈ അക്ഷരമാല കണ്ടിട്ട് എന്ത് പറയാം? ഈ ബോക്സ് കണ്ടാൽ ഈ ബോക്സിനെ എന്തെങ്കിലും ഒരു കാര്യം വെച്ച് പറയാമോ എന്ന് ചോദിച്ചാൽ ഹുറൂഫുൽ അറബിയ, അറബി അക്ഷരങ്ങളാണ് എന്ന് പറയാം. പിന്നെയോ? അക്ഷരങ്ങൾ പ്രത്യേകം അതെ, ഇസ്തിലാഹായ അക്ഷരങ്ങളെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇസ്തിഫാലായിട്ടുള്ളത് ബ്ലാക്കിൽ എഴുതിക്കണേ. ഇസ്തിഫാലായ അക്ഷരങ്ങളൊക്കെ ബ്ലാക്കിലാണ് കാണുന്നത്. ഹെവി ലെറ്റേഴ്സ് ഒക്കെ ഇസ്തിലാലിന്റെ അക്ഷരങ്ങളൊക്കെ റെഡിലാണ് ഉള്ളത്. മുഫഖമായ അക്ഷരങ്ങൾ. ഇസ്തിലാഹായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മുഫഖമാക്കിയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് പറയും. ഇസ്തിലാഹായ അക്ഷരങ്ങൾ ഓൾവേസ് ഇസ്തിലാഹായത് 7 എണ്ണമാണെന്ന് പറയാം, അല്ലെ?
ഉം. അല്ലാതെ മൂന്നക്ഷരം ആ ചില സന്ദർഭങ്ങളിൽ മുഫഹമായിട്ട് വരും. ആ മുഫഹമായിരിക്കും. ചില അലിഫ് സന്ദർഭങ്ങളിൽ ലാം റാ. ആ ഓക്കെ, അങ്ങനെ കുറെ പറയാം അല്ലേ. ഇനി നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ ഇതാ ഈ സ്ക്രീനിൽ എന്തൊക്കെ ഉണ്ട് നോക്കൂ നിങ്ങള്. ഉം. ഹുറൂഫുൽ ഇസ്തിഅലാഹ്, ഹുറൂഫുൽ അക്ഷരങ്ങള് എന്ന് പറഞ്ഞു. പിന്നെ ഹുറൂഫുൽ ഇസ്തിലാഹ് അഥവാ ഹാലുകൾ, അതെ. മൂന്ന് ഹാലുകൾ ഹുറൂഫുൽ ഇസ്തിലാഹ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്വര ഭാരത്തോട് ഉച്ചരിക്കുന്നു. ഭാരത്തോടെ ഉച്ചരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നാ അതിൽ എഴുതിയത്? ഇനി മറ്റൊരാൾ, ഇനി വേറെ ഓരോ പോയിന്റ്സ് ഓരോരുത്തർ പറയും. എന്നത് മുഫഹമായി ഉച്ചരിക്കണം. ഓക്കെ. പിന്നെ അടുത്ത വേറൊരാൾ പറയും. അലിഫ്ലാം റാ മുറക്കക്കയായിട്ട്, അതായത് ഇസ്തിഫാലയായിട്ട്. മുഫഹമാക്കിയാൽ ഉറക്കത്തായിട്ടെന്നാണോ? അല്ല, അല്ല, ഇത് ഇടയ്ക്കൊക്കെ പിന്നെ വക്തമാവും. അല്ല, അത് പറയണ്ട. സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ചില പോയിന്റുകളെ മാത്രം പറഞ്ഞാൽ മതി. ആ? അതെ, റാ കെസ്റ ചെയ്യുമ്പോൾ മുറക്കത്താവും. ഉറക്കത്തായിട്ട്. ഇനി വേറൊരാൾ മറ്റൊരു പോയിന്റ് പറയും. മൂന്ന് ഇസ്മുൽ ജലാൽ. ഇസ്മുൽ ജലാല. ഇസ്മുൽ ജലാല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അല്ലാഹു എന്നുള്ള നാമം. അള്ളാഹു എന്ന നാമം. അള്ളാഹു എന്ന നാമം. ഓക്കെ, പിന്നെ എന്ത് പഠിച്ചു? മൂന്ന് ഹാലുകൾ. സൂറത്തുൽ മുഅ്മിനൂനിലെ കുറച്ച് ആയത്തുകൾ പഠിച്ചു. ഓക്കെ, എത്ര ആയത്തുകൾ നമ്മൾ വായിച്ചു? 11. 11 ആയത്തുകൾ. ഓക്കെ, പിന്നെ എന്ത് പഠിച്ചു? ഹുറൂഫുൽ ഹൽഖ്, പഠിക്കുന്നതിന്റെ മുമ്പ് പഠിച്ച വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓർഡർ കിട്ടാൻ പറ്റുമോ? മഖ്റജ് ആദ്യത്തെ 3 ഹാലുകൾ ഏതൊക്കെയായിരുന്നു? പിന്നെ 20 ഹാലുള്ളതെന്ന് പറഞ്ഞിട്ടില്ലേ? 20. ആ. പിന്നെ മഖാരിജുൽ ഹുറൂഫ് പഠിച്ചു. എത്ര മഖാരിജുണ്ട്? 5. ഏതൊക്കെയാണത്? ഉത്തരം പറയാത്തവരും ഉത്തരം അവിടുന്ന് പറയുകയും നോക്കുകയും വേണം കേട്ടോ, മൈക്കോണാക്കാത്തവരും. ഹൽക്ക്, ലിസാന്, ജൗഫ്, ജൗഫ്, ഹൈഷൂമ്, ലിസാൻ, ഷഫത്താൻ. ഓക്കെ ഓക്കെ. അപ്പോ ഹൽക്കിൻ പറഞ്ഞു. എത്ര എണ്ണം ഉണ്ട്? 6 അത് ഏതൊക്കെയാണ്? പിന്നെ നിങ്ങൾ കാഫും ക്യാഫും പഠിച്ചിട്ടുണ്ട്, അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് തഹജ്ജി ചെയ്ത് പറയാമോ ഒരാൾ? ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരാൾ. വാവ് ഫത്ഹ വ, ജീം ഫത്ഹ ജ, വജ, ദാൽ ഫത്ഹ ദ, വജദ. വാവ് ദമ്മ വു, ജീം കസ്റ ജി, വുജി, ദാൽ ഫത്ഹ ദ, വുജിദ, വജദ, വുജിദ. ഇങ്ങനെ ജസ്റ്റ് വേഗം പോവാനാണ്. ഫറഹയുടെ കാര്യം പറയും. ഫറഹ മറ്റൊരാൾ, ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരാൾ. മറ്റുള്ളവർ മൈക്ക് ഓഫ് ചെയ്യൂ. ഫാ ഫതഹ ഫ, റാ ഫതഹ മുഫഖമ റാ ഫറ, ഹ ഫതഹ ഹ ഫറഹ. അത് ലൊമ്മയാണോ? കാണുന്നില്ല. ഫ ലമ്മ ഫു, റാ ഫതഹ ഫുരിഹിയ ഫറഹിയ. ഫറഹ കഴിഞ്ഞല്ലേ?
അല്ല അടുത്തത് ഫുരിഹയല്ലേ? ഫുരിഹ ഫൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഫുരി എന്നല്ലേ വരും. ആ ആ കാണുന്നില്ലല്ലേ? ഫ ലമ്മ ഫു റ മുറക്കക്ക രി ഫുരി ഹ റാ ഫതഹ ഹ കസ്റ ഫുരിഹ മുറഖഖ. റ കസറ മുറക്കക്ക രി ഫുരി ഹ ഫതഹ ഹ ഫുരിഹ ഫറഹ ഫറഹ ഫുരിഹ ഫറഹ ഫുരിഹ. ഫറഹ ഫുരിഹ. അപ്പൊ റാ മുഫഹമ റാ മുറഖഖ രണ്ടും ഒരേ സമയം കേൾക്കാൻ വേണ്ടിട്ട് കേട്ടോ. യെസ്. മറ്റൊരാൾ ഇതുവരെ വന്നിട്ടില്ലാത്ത മറ്റൊരാൾ ജഅല ജുഇല. فتح عين فتحها جاء لام فتحها جعل ജഅല ഐൻ ഐൻ. جعل جعل جيم وماجو عين كسرة إي جوعي لام لام فتحها لا جعل 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 ജുഇല ഹംസ ആയി പോകുന്നുണ്ടോ കുറച്ച്? جعل ആ ജുഇല جعل ജുഇല. جعل جعل ഓക്കെ. മറ്റൊരാള് ഖതല ഖുതില. ക ഫത്ഹ മുഫഹമ ക ത ഫത്ഹ ത ഖത ലാം ഫത്ഹ ഖതല ഖാഫ് ക ഖ ത കസ്റ തി ദൊമ്മല്ലേ ഖുതി ദൊമ്മല്ലേ ഖാഫിന് ദൊമ്മല്ലേ അപ്പൊ കൂന്ന് വായിക്കണ്ടേ? കു കു ക ത കൂറ്റി കൂറ്റി. ഖുതി ലാം ഫത്ഹ ല ഖുതില ഖതല ഖതല ഖുതില. അപ്പൊ ഒന്നും കൂടെ മുഫഹമാകട്ടെ. ഖതല ഖുതില. ഖതല ഖുതില. ഓക്കെ. ഈ ഖാഫ് ദമ്മ മുഫഹമാന്ന് പറയണമെന്നില്ല, മുഫഹമാക്കിയാൽ മതി കേട്ടോ. പറയുന്നത് നമ്മൾ ശീലാണ്. അത് ഫത്ഹയിൽ മാത്രമല്ലേ നമ്മൾ പറഞ്ഞു പോരുന്നുള്ളൂ. എന്ന് വെച്ച് പറയുന്നത് പ്രശ്നമൊന്നുമില്ല, എന്നാലും മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ഓക്കെ. ആദ്യത്തെ 3 ഹാലുകളാ പഠിച്ചത് അല്ലേ? അപ്പൊ നമ്മൾ വായിച്ച 3 ഹാലും വന്നില്ലേ? ഫത്ഹ വന്നു, കസ്റ വന്നു, ദമ്മ വന്നു അല്ലേ? ഓക്കെ. നമ്മൾ ഓരോ അക്ഷരങ്ങൾക്കും അതൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ നേരത്തെ പെൻഡിങ്ങിൽ വെച്ച ഒരു കാര്യം, ബിസ്മിയുടെ തഹജ്ജി നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകമായി നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധ കൊടുത്ത് പഠിക്കുകയാണ്. ബിസ്മിയുടെ തഹജ്ജി ഇന്ന് ജസ്റ്റ് നിങ്ങൾ കേട്ട് കാണാതെ പഠിച്ചാൽ മതി. ഇപ്പോ ഇത് സുക്കൂന്, അതുപോലെ ഹംസത്തുൽ വസ്ല്, ലാം ശംസിയ, തബീഇ, അതേപോലെ മദ് ലിസുക്കൂൻ, അതേപോലെ ഇൻദൽ വഖഫ്, ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾക്ക് ശേഷം പഠിക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവയെല്ലാം കേട്ടിട്ട് ഇത് വലിയ പ്രയാസമുള്ള സംഗതിയാണല്ലോ എന്ന് നമുക്ക് മുഫഹമ എന്ന് എന്താണെന്ന് അറിയാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോ റാഹ് ദമ്മയോ ഫത്ഹയോ കണ്ടാൽ മുഫഹമ എന്ന് നമ്മൾ പറഞ്ഞു പോകും. കെസ്ർ കണ്ടാൽ മുറക്കക്ക എന്ന് പണ്ട് അറിയില്ല, ഓർമ്മ തന്നെ അറിയുന്നില്ല. അപ്പൊ ആ റാഹിന് കെസ്ർ കാണുമ്പോഴേക്ക് തർക്കീക്ക് മുറക്കക്ക എന്നുള്ള സാങ്കേതിക പദങ്ങൾ വരും. തഹജ്ജി ചെയ്യും. ഇല്ലേ? വരാറില്ലേ? വരുന്നില്ലേ? നേരത്തെ ഒരു 4 ആഴ്ച മുമ്പ് അറിയില്ലാത്ത പലതും ഇപ്പൊ നമുക്ക് സുവിദിതമാണ്. എങ്കിൽ ബിസ്മിയും തഹജ്ജിയിൽ പറയുന്ന മുഴുവൻ ഹുക്മുകളും അതിന്റെ തിയറി, ആ ഹുക്മുകൾ മുഴുവനും ബിസ്മിയിൽ എന്ന് മാത്രമല്ല ഖുർആനിലെ ഏത് ആയത്തുകളുടെയും തജ്വീദ് ഹുക്മുകൾ വളരെ എളുപ്പം നിഷ്പ്രയാസം പഠിക്കാൻ നമുക്കൊക്കെ കഴിയും. പക്ഷെ ശ്രമകരമാണ്. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കണം, തഹജ്ജുദ് ചെയ്ത് ശീലിക്കണം. അപ്പൊ അത് റെഡിയാവും ഇൻഷാ അല്ലാഹ്.
ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ കേൾക്കുക. ആ സമയത്താണ് ഞാൻ പറഞ്ഞ ബിസ്മിയുടെ ഒരു വിഷയം ഇപ്പൊ പറയാം. ബ കസ്റ ബി ഒന്ന് മനസ്സിൽ നിങ്ങൾ പറയൂ, അതിനുള്ള സമയം ഞാൻ തരാം. ബ കസ്റ ബി. ഒരാള് മൈക്കോണാക്കൂ, ഇതുവരെ വരാത്ത ഒരാള്. ഞാൻ ചൊല്ലിത്തരുന്നതാണ്, അതുകൊണ്ട് പേടിയൊന്നും വേണ്ട. പേടിയുള്ള ആള് വന്നോളൂ. ഇപ്പോ ഞാൻ ചൊല്ലിത്തരുന്നത് ആണ്. എല്ലാവരും ഏറ്റു ചെല്ലണം. മൈക്ക് ഓഫ് ചെയ്തിട്ട് ഒരാൾ മാത്രം ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരാൾ. മത്സരം. ഓക്കെ, നിങ്ങളാണോ വരുന്നത്? സലാം പറഞ്ഞ ആളാണോ വരുന്നത്? അതെ. എന്നാ മൈക്ക് ഓൺ ചെയ്ത് വെച്ചോ. ഓക്കെ. ബ കസ്റ ബി. ബ കസ്റ ബി. സീൻ സു. സീൻ സു. പറയാൻ ചെറിയ പ്രയാസമുണ്ട് അല്ലേ? സീൻ കേട്ടോ, ഷീൻ അല്ല. സീൻ സുകൂൻ ബിസ്. സീൻ സുകൂൻ ബിസ്. അത് അവിടെ എന്തോ ഒരു പ്രശ്നമാണ്. സീന് പറയ്. സീൻ സീൻ സുകൂൻ ബിസ്. ബിസ്. ബിഷ് അല്ല, ബിസ്. ബിസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ശരിയാ, നേരത്തെ ബിഷായി പോയി. ഓക്കെ, ഒന്നുകൂടെ പറയൂ. ബ കസ്റ ബി സീൻ സുകൂൻ ബിസ്. സീൻ സുകൂൻ. ആയിരിക്കും, ചിലപ്പോ നമ്മൾ കേൾക്കുന്നത് പ്രശ്നമായിരിക്കും. ഓക്കെ. ബിസ് മീം കസ്റ മീ. മീം കസ്റ മീ. ബിസ്മി. ബിസ്മി. ഓക്കെ. അപ്പൊ ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച, ഞാൻ പേര് നേരത്തെ ആരൊന്ന് ആദ്യം ബിസ്മി പാരായണം ചെയ്താണ് അവിടെ. സുലൈഖ. ബിസ്മി പറയുന്ന സമയത്തെ നമ്മള് ബി കേൾക്കാതെ ചിലര് നേരെ സംഗതി ബിസ്മി ബി ഉണ്ട്, പക്ഷെ അതില് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് സംശയം വരും. അതാണ് ഞാൻ പറയാം എന്ന് നേരത്തെ മാറ്റി. ആർക്കെങ്കിലും സംഭവിക്കാറുണ്ടെങ്കിൽ കറക്ഷൻ നിർബന്ധമാണ്, കറക്റ്റ് ചെയ്യണം. ബിസ്മില്ലാഹി. ബിസ്മില്ലാഹി. ബി വരണം. സിന്റെ മുമ്പ് ബി നിർബന്ധമായിട്ട് കേൾക്കണം. ബിസ്മില്ലാഹി പറ്റൂല. ബിസ്മില്ലാഹിർ റഹ്മാനി പറ്റൂല. ബിസ്മില്ലാഹി പോരാ. ബിസ്മി ബി ബി ബി. ബിസ്മി. ബ കസ്റ ബി. സീൻ സുകൂൻ ബിസ്. മീം കസ്റ മി. ബിസ്മി. ഓക്കെ, ഒന്നുകൂടെ ബിസ്മി ഓതൂ സുലൈഖ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, ഇപ്പൊ ബി കംപ്ലീറ്റ് പറഞ്ഞു. അതിനുശേഷമാണ് സീൻ പറഞ്ഞത്, കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നേരത്തെ തഹജ്ജി വന്ന ആള്. ഇസ്മുൽ ജലാലത്തില്ലാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ല, ഇസ്മുൽ ജലാലത്തില്ലാഹി. ഇസ്മുൽ ജലാലത്തില്ലാഹി. ഓക്കെ, അപ്പൊ അള്ളാഹു എന്നുള്ളത് ഇസ്മുൽ ജലാലയാണ്. നമുക്കത് ഇല്ലാഹി എന്നാണ് ചൊല്ലാനുള്ളത്. അതുകൊണ്ട് നമ്മൾ തഹജ്ജി ചെയ്യുമ്പോ ഇസ്മുൽ ജലാലത്തില്ലാഹി ചെയ്യും. ബ കസ്റ ബി. സീൻ സുകൂൻ ബിസ്. മ കസ്റ മീം കസ്റ മി. മീം കസ്റ മി. ബിസ്മി. ഇസ്മുൽ ജലാലത്തില്ലാഹി. ഇസ്മുൽ ജലാലത്തില്ലാഹി. ബിസ്മില്ലാഹി. ഓക്കെ, ഇനി നിങ്ങൾ ചൊല്ലി പഠിക്കണമെന്നില്ല, ഞാൻ ചൊല്ലുന്ന ഏറ്റു ചൊല്ലിയാ മതി കേട്ടോ. ഹംസത്തു വസ്ലിൻ. ഹംസത്തു വസ്ലിൻ. ഹംസത്തു വസ്ലിൻ. പേടിക്കണ്ട, പേടിക്കാതെ പറയൂ. ആ അലിഫിനെയാണ് നമ്മൾ പറയുന്നത്. ഹംസത്തു വസ്ലിൻ. ഹംസത്തു വസ്ലിൻ. തസ്ഖുതു വസ്ലൻ.
تسقط وصلا نبدأ بها نبدأ بها ها لام شمسية. لام شمسية എല്ലാവരും സ്ക്രീനിൽ ആ അക്ഷരത്തെ കാണണം കേട്ടോ. ലാം ശംസിയ. لام شمسية മുദ്ഗമ مدغمة ഫിറാഇൽ മഫ്തൂഹ في الراء المفتوحة الراء الراء حاء سكون حاء سكون الرح الرح ميم فتح ميم فتحة ألف مد ألف مد طبيعي حركتان طبيعي حركتان ما ما الرحمن الرحمن نون كسراني نون كسراني الرحمن الرحمن بسم الله الرحمن بسم الله الرحمن ഒന്ന് പരിശീലിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എന്തോ ഒരു ഓൺലൈനിന്റെ പ്രശ്നം. എനിക്ക് ക്ഷീണായി കേൾക്കുന്ന പോലെ തോന്നുന്നു. യാസിർക്കാരുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? സാറ് ബിസ്മിന്നുള്ളത് രണ്ട് വാക്കല്ലേ? ബി വേറെ ഇസ്മ വേറെ അല്ലേ? അതൊക്കെ ആ അപ്പൊ നമ്മൾ ഒന്നിച്ചാണ് തഹജ്ജ് ചെയ്തത്. ഇവിടെ ബിസ്മി ഒന്നിച്ച് തന്നെ തഹജ്ജ് ചെയ്യണം. അല്ലാണ്ട് ബിസ്മി മാറ്റി വെച്ചാൽ നമുക്ക് സ്മീന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. സ്മീന്ന് മാത്രം പറയാൻ പറ്റില്ലല്ലോ. സ്മീന്ന് സുക്കൂനുള്ള അക്ഷരം സുക്കൂനിൽ തുടങ്ങാൻ പാടില്ലാത്തതുകൊണ്ട് ബീനെ മാറ്റി നിർത്താൻ പറ്റൂലല്ലോ. പറഞ്ഞില്ലേ ആണോ ഹംസ നമ്മളിപ്പോ എഴുതി വേണ്ട 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 വേണ്ട. ഇപ്പൊ ഇത് കേൾക്കാൻ മാത്രമാണ്. ആ സമയം ഞാൻ നിങ്ങളെ അക്ഷരം ക്ലിയർ ചെയ്യാനാണ് ഒരാളെ ഹൈലൈറ്റ് ചെയ്തിട്ട് അയാളോട് ഓൺ ചെയ്ത് ഉറക്കെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ അവിടെ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. സീന് ബിഷ്മി എന്ന് പറയുന്ന പോലെ ഒരു സംശയം വരുന്നു. ഇല്ല, ബിസ്മി ബിസ്മി സാ ബിസ്മി ബിസ്മി കേൾക്കുന്നിടത്തെന്തോ പ്രശ്നാന്നാ തോന്നുന്നത്. എങ്ങനെ കേൾക്കുന്നിടത്തെന്തോ ഓൺലൈനിന്റെ എന്തോ പ്രോബ്ലം തോന്നുന്നു. ആയിരിക്കാം. ഓക്കെ ഓക്കെ ശരി. അപ്പോ അതിന്റെ ബാക്കി ഇനി നിങ്ങൾ കേട്ടാ മതി കേട്ടോ. സീൻ സുകൂൻ ബിസ് മീം കസ്റ മി ബിസ്മി ഇസ്മുൽ ജലാലത്തില്ലാഹി ബിസ്മില്ലാഹി ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ لام شمسية مدغمة في الراء المفتوحة الراء حاء سكون الرح ميم فتحة ألف مد طبيعي حركتان ما الرحمن بسم الله الرحمن سوري نون كسراني الرحمن بسم الله الرحمن حمزة وصل تسقط وصلا نبدأ بها لام شمسية مدغمة في الراء المفتوحة الراء حاء كسرى ياء مد عارض للسكون جائز 2 أو 4 أو 6 حركات ميم ساكنة عند الوقف الرحيم بسم الله الرحمن الرحيم. ഇതാണ് ബിസ്മിയുടെ തജ്വീദ് നിയമങ്ങളെ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു തഹജ്ജി എന്നത്. നിങ്ങൾക്ക് ഒരു ബിസ്മി വോയിസ് അയച്ചു തരുന്നതാണ്. അത് കേട്ട് നിങ്ങൾ ചൊല്ലിപ്പഠിക്കുക. ഓരോ ഹംസത്ത് വസ്ലിന്റെയും അതുപോലെ മദ്ദുകളുടെയും ഒക്കെ
വഖഫുമായി ബന്ധപ്പെട്ട സമയത്തുള്ള മദ്ദുകളും ഒക്കെ പിന്നീട് ഓരോന്നോരോന്നായിട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ബിസ്മി തഹജ്ജ് ശീലിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കാം. ഓക്കെ സാറേ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിനകത്ത് ഈ തഹജ്ജി പറഞ്ഞപ്പോ ഈ ഷദ് നമ്മൾ പറയുന്നില്ല അല്ലെ? റഹ്മാനി, അവിടെ റാക്ക് ഷദ് ഉണ്ട്. ആ ഷദ് നമ്മൾ ഇല്ല, സത്യത്തില് റാക്ക് ഷദ് ഇല്ലല്ലോ. റാക്ക് ഷദ് ഇല്ലേ? റഹ്മാൻ എന്നല്ലേ ശരിക്കും ആ വാക്ക് റഹ്മാൻ? പക്ഷെ നമ്മളവിടെ ഷദ് കാണുന്നുണ്ടല്ലോ, റഹ്മാൻ റഹീം രണ്ട് സ്ഥലത്ത്. അല്ല, അതൊക്കെ റഹ്മാൻ എന്ന പദത്തിന് റാക്ക് ഷദ്ദുണ്ടോ? ഷദ് ഉണ്ടല്ലോ, റാക്ക്. റഹ്മാൻ എന്നുള്ള വാക്കിനില്ല, പക്ഷെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ല നിക്കട്ടെ, ഞാൻ പറയാം. സ്ക്രീൻ ഇപ്പൊ മാറിയല്ലോ. അതെ, മാറി. ഇനി ചോദ്യം മാത്രം കേട്ടിട്ട് ഉത്തരം പറയണേ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. റഹ്മാൻ എന്നതിൽ റാഇന് ശബ്ദുണ്ടോ? ഇല്ല. ഇനി അൽ ചേർത്താൽ എന്ത് സംഭവിക്കും? അറഹ്മാനാണോ വായിക്കുക? അറഹ്മാനാണോ അർറഹ്മാൻ? അപ്പൊ റഹ്മാൻ വാക്ക് ഇവ റായുടെ മുകളിൽ കൊടുത്ത ശബ്ദ ഇതിൽ റാനുള്ള ശബ്ദമായിരുന്നോ? അല്ല, അപ്പൊ അത് അലിഫ്ലാം ഇരുന്നുകൊണ്ടാണ്. അതെ, ആ ലാമ് അതിനകത്തേക്ക് ഇദ്ഗാമായി. ലാമ് 14 അക്ഷരങ്ങളിലേക്ക് ലാമ് മെർജ് പോകും. 28 14 എണ്ണത്തിലേക്ക് ഇദ്ഗാം ചെയ്യപ്പെടും. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ തന്നെ ഒരക്ഷരം മറ്റൊരക്ഷരത്തിലേക്ക് ലയിക്കുന്നതിനാണ് പറയാം. അപ്പോ രണ്ടും കൂടെ ശബ്ദുള്ള ഒരക്ഷരമായി മാറും. ഉച്ചാരണം രണ്ടാമത്തേതിൻ്റെതാകും. ഇപ്പൊ ലാമ് റായിലേക്ക് പോയി. ലാമ് നമ്മൾ ഉച്ചരിക്കുന്നതന്നല്ല, റാഇന് ശബ്ദ് കൊടുത്ത് വായിക്കുക. ലാമിന്റെ വെയിറ്റേജ് കൂടെ റാഇന് കൊടുക്കുകയാണ്, അല്ലാതെ റാഇന് ശബ്ദില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ലാം ശംസിയ ഫി മുദ്ഗമ ഫി റാഇൽ മുശദ്ദദ എന്ന് പറയില്ല, ശബ്ദുള്ള ചെയ്തു എന്ന് പറയില്ല, റായിലേക്ക് ഇദ്ഗാം ചെയ്തു. അതൊന്ന് പറയോ? റഹ്മാൻ ഒന്ന് പറയോ? ഓ അല്ല, നേരത്തെ ചോദിച്ച ആള് മുഹമ്മദ് സാഹിബ് ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ, ക്ലിയർ ആയി. വാങ്ങുകൊടുക്കണം. എവിടെ വാങ്ങ്? ദുബായിൽ വാങ്ങും. ദുബായില് വാങ്ങുന്നു കേക്കട്ടെ എന്നാല്. അപ്പോ ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ ലാം ശംസിയ മുദ്ഗമ ഫി റാഇൽ മഫ്തൂഹ അർറാ ഹാ സുകൂൻ അർറാ മീം ഫത്ഹ അലിഫ് ബി ഹറകതാൻ മാ الرحمن نون كسراني الرحمن بسم الله الرحمن الرحيم. ഓക്കെ, അപ്പോ 4, 5, 6 ഹാലുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഇന്ന് 3 ഹാലുകളെ പരിചയപ്പെടും, എന്നിട്ട് 4 ഹാല് മാത്രം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നമ്മളെ ഒന്നാമത്തെ ഹാൽ എന്തായിരുന്നു എന്ന് പറയാമോ? ഫത്താന്ന് പറയരുത്, ഫത്താന്ന് പറയുന്നത് സുബീൻ കൊടുത്ത് പറയണം. തിരിച്ചാൽ ഒരു 4 പ്രാവശ്യം അവിടെ നിന്ന് ചൊല്ലൂടി. ഓക്കെ, രണ്ടാമത്തെ ഹാലോ? ഇപ്പോഴാരും കിസറില്ലല്ലോ, കിസറാരുണ്ടല്ലോ ഇപ്പൊ. മൂന്നാമത്തെ ഹാലോ?
ഇവിടെ ആ 3 ഹാലുകൾക്കും എന്തോ ഓരോ ആഡായി വന്നിട്ടുണ്ട്. ഫത്ഹയുടെ കൂടെ ആരാ ആഡായത്? അലിഫ്. അലിഫ് മദ്. ആ 3ന്റെ കൂടെയും മദ്ദാണുള്ളത്. ഫത്ഹയുടെ കൂടെ അലിഫ് മദ്ദാണുള്ളത്. കെസ്റയുടെ കൂടെയോ യാ മദ്. മൈക്ക് ഓൺ ആക്കാത്തവരും ആണെന്ന് വിളിച്ചു പറയണം കേട്ടോ. ദൊമ്മയുടെ കൂടെയോ വാവ് മദ്. അപ്പം 4ാമത്തെ ഹാൽ എങ്ങനെയാ വായിക്കുക? അല്ല സോറി ചോദ്യം തെറ്റിയതാണ്. ആ 4ാമത്തെ ഹാൽ എന്താണ്? നമ്മൾ അലിഫ്മദ് എന്ന് പറഞ്ഞു. അലിഫ്മദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 50% ശരി. അലിഫ്മദിന്റെ മുമ്പിൽ ഫത്ഹാന്നും കൂടെ വെച്ചു. 5 6 ഓക്കെ. ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചോളൂ. 4 5 6 നമ്പർ ഇട്ടിട്ട് ഈ പേര് വേഗം എഴുതിയാട്ടെ. ഫത്ഹ, അലിഫ് മദ്, കസ്റ, യാ മദ്, ദമ്മ, വാവ് മദ്. അതിൽ അലിഫ് മദ്, യാ മദ്, വാവ് മദ് എന്ന് ഒഴിവാക്കിയാല് എത്ര ഹാലാവും? ഏത് ഹാലാവും? 3 അലിഫ് മദ്, യാ മദ്, വാവ് മദ് അങ്ങ് ഡിലീറ്റ് ചെയ്തേ. അതിനോട് അലിഫ്, യാ മദ്, വാവ് മദ് ഒന്നും കൂടി മനസ്സിലാവില്ല. അതാ ഫത്ഹ ഫത്ഹയുടെ കൂടെ അലിഫ് ദീർഘവും കൊടുത്തു. വാക്കിന്റെ അർത്ഥം ചോദിക്കാൻ മറന്നതാണ്. അർത്ഥം ദീർഘം. അലിഫ് കൊണ്ടും നീട്ടാൻ പറ്റും, യാ കൊണ്ടും നീട്ടാൻ പറ്റും, വാവ് കൊണ്ടും നീട്ടാൻ പറ്റും. അഥവാ അറബിയില് അലിഫ് യാമദ്ണ്ട്, വാവ് മദ്ണ്ട് വരുള്ളൂ. അലിഫ് മദ് വരും. അത് 4ാമത്തെ ഹാല. ഫത്ഹ, അലിഫ് മദ്. 1ാമത്തെ ഹാല് ഫത്ഹ. 4ാമത്തെ ഹാൽ അതിന് അലിഫ് മദ്ദും കൂടെ കൊടുത്ത് ഫത്ഹ മദ്. 2ാമത്തെ ഹാൽ 5ാമത്തെ ഹാല് കെസ്റക്ക് യാമത്ത് കൊടുത്തിട്ട് കെസ്റ യാമത്ത്. 3ാമത്തെ ഹാല് ദൊമ്മയാണ്. അതിനോട് വാവ് മദ് കൊടുത്താൽ 6 ഉണ്ടാകും. നേരത്തെ ഒന്നും കൂടെ പറയുമോന്ന് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്കെ. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? മത്ത് എഴുതുമ്പോ നമ്മൾ അവിടെ മത്തല്ലേ മത്ത് ശ്രദ്ധിച്ചിട്ട് ദീർഘ മദ് എന്ന് പറഞ്ഞ വാക്കിന്റെ ചോദിച്ചു. മദ് എന്ന് എഴുതിയപ്പോ ശ്രദ്ധ ഇട്ടിട്ടില്ലല്ലോ എന്നല്ലേ? ഇത് മദ് എന്ന് മാത്രമേ വായിക്കുമെന്ന് അല്ലേ? ശ്രദ്ധകളും ഹറക്കത്തുകളും ഒക്കെ നമ്മള് എഴുതുന്നുവെങ്കിൽ എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഇത് പിന്നെ ഖുർആന്റെ ആയത്തുകൾ തന്നതല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫത്ഹ എന്നുള്ളിടത്ത് താന്, കെസ്റ എന്നുള്ളിടത്ത് സീനിന്, അതുപോലെ വാവ്, യാ, അലിഫ് എന്നിടത്തൊന്നും നമ്മൾ ഒന്നും ഇട്ടില്ലല്ലോ. ഫാന്റെ മുകളിലിട്ടില്ല. അതുപോലെ മദ് എന്നുള്ളിടത്ത് മീമിന്റെ മുകളിലിട്ടത് 2നും 3നും മാത്രമേ ഉള്ളൂ. ആദ്യത്തേന് അത് ഫ്രീ ആയിട്ട് എഴുതി പോകാവുന്നതാണ്. മനസ്സിലാക്കാവുന്ന എളുപ്പമുള്ള ഭാഗമായതുകൊണ്ടിരിക്കുക. എന്നാൽ മദ്ദുൻ എന്ന് എഴുതാം. അതൊന്നും മനസ്സിലാക്കാനില്ല. മുഹമ്മദ് സാഹിബ് ഒരു സംശയം ചോദിച്ചത് കേട്ടാ, ചോദിക്കാനില്ല.
അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാന വിഷയത്തിലേക്ക് നമ്മൾ കടന്നു. വിഷയ 6 ഹാലുകളാണ്. 4ാമത്തെ ഹാല് ഫത്ഹ അലിഫ് മദ് എന്നാണ്. ഫത്ഹയ്ക്ക് അലിഫ് ദീർഘം കൊടുക്കുന്നത്. 5ാമത്തെ ഹാല് യാമദ് കൊടുക്കുന്നതാണ്. കസ്റ യാ മദ്. 6ാമത്തെ ഹാല് ദമ്മയ്ക്ക് വാവ് മദ് കൊടുക്കുന്നതാണ്. ദമ്മ വാവ് മദ്. അപ്പോൾ ഇങ്ങനെ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താ സ്ക്രീനിൽ കാണുന്നത്? എന്താ എന്റെ അർത്ഥം? അക്ഷരങ്ങൾ അറബിയിൽ ഒരക്ഷരത്തിന്റെ ശബ്ദത്തിന് ദീർഘം കൊടുക്കാൻ ഉപയോഗിക്കുന്ന 3 അക്ഷരങ്ങളാണ് ഉള്ളത്. 1 ഏതാണ്, 2 ഏതാ, 3 ഏതാ? ഐവ. ഏതാണ്? ഐവ. അലിഫ് യാ വാവ് എന്നീ അക്ഷരങ്ങളാണ് ദീർഘാക്ഷരങ്ങൾ. അതൊക്കെ എഴുതി വെച്ചോളൂ കേട്ടോ. അറബിയിലെ ദീർഘാക്ഷരങ്ങൾ ഏതെല്ലാം? ഓക്കെ, അപ്പൊ നമുക്ക് വേഗം അവസാനിപ്പിക്കണ്ടേ? നോക്കൂ, അലിഫ് എഴുതിയത് ഇങ്ങനെ ഉണ്ടാവും. അലിഫ് യാഹു വാവു എന്ന് എഴുതിയാൽ ഹംസ അലിഫ് മദ്. അപ്പൊ നമ്മള് ഇനി തഹജ്ജി ഇതുവരെ പറഞ്ഞതിൽ നിന്ന് മൈക്ക് ഓഫ് ചെയ്യൂ. അപ്പൊ ഇതുവരെ പറഞ്ഞ പഠിച്ചിടത്ത് നിന്ന് നമ്മൾ ഇതുവരെ തഹജ്ജി ചെയ്തത് ഹംസ ഫത്ഹ, ഹംസ കസ്റാഇ, ഹംസ ദമ്മഉ, അ ഇ ഉ എന്ന് മാത്രമാണ്. ഇനി നമ്മൾ അതിന് അലിഫ്മദ്ദും യാമദ്ദും വാവ്മദ്ദും കൊടുക്കുക. 4, 5, 6 ഹാല് കണ്ടോ? ഹംസ ഇത് നോക്കൂ, ഫത്ഹയുടെ കൂടെ ഒരു അലിഫ് കൂടെ വന്നു. ഹംസ അലിഫ് മദ് ആ, ബാ ഫത്ഹ അലിഫ് മദ് ബാ, താ ഫത്ഹ അലിഫ് മദ് താ. ഇങ്ങനെ വരും. ഇല്ല. എന്താണ് ഹാലുള്ളത് എന്ന് പറയൂ. മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആള് ധൈര്യമായി വന്നോളൂ. ഹംസ ഫത്ഹ വരിക, അല്ലെങ്കിൽ ഹംസ ഹംസ ഫത്ഹ, പിന്നെന്താ അലിഫ് മദ്, അലിഫ് ദീർഘം അല്ലേ? ഹംസയുടെ മുകൾ ഹംസന്റെ കൂടെ ഉണ്ട് ഫത്ഹ ഉണ്ട്, അലിഫ് മദ് അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കൂ. ഹംസ ഫത്ഹ അലിഫ് മദ്, എന്നിട്ട് ആന്ന് വായിക്കണം. അതിന്റെ താഴെയുള്ള അക്ഷരം എന്താ വായിക്കുക? ബാ ഫത്ഹ അലിഫ് മദ് ബാ. യെസ്. അലിഫ് മദ് കൊടുത്തപ്പോഴല്ലേ നമ്മൾ നീട്ടിയത്? അലിഫ് മദ് ഇല്ലെങ്കിലോ? ഹംസ ഫത്ഹ അതെ. അലിഫ് മദ് വന്നപ്പോഴോ? ഹംസ ഫത്ഹ അലിഫ് മദ് ദീർഘം ഉണ്ട് അല്ലേ? ബാ ഫത്ഹ അലിഫ് മദ് ബാ, താ ഫത്ഹ അലിഫ് മദ് താ. ഇപ്പൊ മനസ്സിലായോ? പോയോ? മനസ്സിലായോ? മനസ്സിലായി. അല്ല, നേരത്തെ മനസ്സിലായി ഇല്ല എന്ന് പറഞ്ഞ ആള് മനസ്സിലായി എന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. പിന്നെന്താ? ഒന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ചത് 3 ഫത്ഹ കസ്റ ദമ്മ. ഇന്ന് നമ്മള് അതിലേക്ക് ഒന്നുകൂടെ ആഡ് ചെയ്തു, ദീർഘങ്ങളെ ആഡ് ചെയ്തു. ഏതൊക്കെയാ ദീർഘാക്ഷരങ്ങൾ? ഐവ, അലിഫ് യാ വാവ്. എന്ന ദീർഘ
ആ ഫത്ഹന്റെ കൂടെ. എന്നാ കെസറിന്റെ കൂടെ ആരെയായി ആഡ് ചെയ്യാ? ബൊമ്മയുടെ കൂടെയോ? അറബി, മലയാളത്തിൽ നിങ്ങൾ ഏതൊക്കെ എവിടെന്ന് പറയോ? മാത്രം പറയും. ഇത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ അത്രയെങ്കിലും ഉണ്ട്. പക്ഷെ അറബിലെ ദീർഘമുള്ളൂ 3 അലിഫ് യാ വ. ഓക്കെ, ശരി. അപ്പൊ അതിൽ അലിഫ് മദ് യാ മദ് ആണെങ്കിൽ ഹംസ മദ്, വാവ് മദ് ആണെങ്കിൽ ദമ്മ വാവ് മദ്. ഇപ്പൊ പഠിക്കുന്നില്ല അത് രണ്ടും. നമ്മൾ പഠിക്കുന്നത് അലിഫ് മാത്രമാണ്. അത് 10 മതി, അവസാനിപ്പിക്കുകയാണ്. ബാക്കി പണി ഞാൻ 1 or 2 വാക്ക് പറഞ്ഞു ചൊല്ലി ബാക്കി പോയിട്ട് നമ്മളെ വാക്കുകളെടുത്ത് ചർവണം നടത്തി അവിശ്വം പരിശ്രമം. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഏത് ഹാലാണ്? 4ാമത്തെ ഹാല്. 4 ഹാല് ഏതാണ്? സകലമാണ് അക്ഷരങ്ങളും നിൽക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് തഹജ്ജ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കേൾക്കണം. ഹംസ ഫത്ഹ ബ ഫത്ഹ അലിഫ് മദ് ബ ഫത്ഹ മദ് ത സ ഫത്ഹ അലിഫ് മദ് സ ജീം ഫത്ഹ അലിഫ് മദ് ജ. അവസാനം എത്തുമ്പോഴേക്ക് പഠിച്ചോണം കേട്ടോ. ഞാൻ 28 ചൊല്ലി, ഞാൻ പഠിക്കണേ, നിങ്ങളും കൂടെ പഠിച്ചോളൂ. ജീം ഫത്ഹ അലിഫ് മദ് ജ, ഹ ഫത്ഹ അലിഫ് മദ് ഹ, ഖ ഫത്ഹ മുഫഖമ. പറയണ്ടേ? മുഫഖമല്ലേ? ഓക്കെ. അപ്പൊ ഒരു കാര്യം, ഈ മുഫഖമായ അക്ഷരം നമ്മൾ മുഫഖമ എന്ന് പറയുമല്ലോ ഫത്ഹയില്. അപ്പൊ ഇതിന്റെ ഈ അലിഫ് മദ്ദിനും ഒരു പ്രശ്നമുണ്ട്. അക്ഷരത്തിന് ഏതിനാണോ അലിഫ് മദ് കൊടുത്തത്, അക്ഷരത്തിന്റെ അതേ സ്വഭാവം ആർക്കും ഉണ്ടാവും, അലിഫ് മദ്ദിനുണ്ടാവും. അപ്പൊ ഫത്ഹ മുഫഖമ എന്ന് പറഞ്ഞാൽ അലിഫ് മദ് മുഫഖമ എന്നും പറയണം. അല്ലാത്തതിന് മുഫഖമ പറയണ്ട, ഫ്രീ ആക്കി വിടും. അപ്പൊ ഹ ആണെങ്കിൽ ഫത്ഹ അലിഫ് മദ് ഹ, ദാലാണെങ്കിൽ ദാല് ഫത്ഹ അലിഫ് മദ് ദ, സാദ് സാദ് ഖാദ് ഗൈന് താ ഖാഫ് എന്നീ 7 അക്ഷരങ്ങളാവുമ്പോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അലിഫ് മദ് മുഫഖമ എന്ന് പറയണം കേട്ടോ. ഇനി മനസ്സിലായപ്പോ ചോദിക്കുന്നില്ല, കാരണം 2-3 ആൾക്കാർ എന്താ പറയും, അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ മനസ്സിലായി എന്ന് പറയും. ഇല്ല എന്നുള്ളത് കേൾക്കാനായതുകൊണ്ട് 28 കഴിഞ്ഞിട്ട് ചോദിക്കാം. യെസ്. ജീം ഫത്ഹ അലിഫ് മദ് ജ, ഹ ഫത്ഹ അലിഫ് മദ് ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ഖ. എന്റെ കൂടെ ചൊല്ലിക്കോളി ചങ്ങന്മാരെ, മൈക്ക് ഓഫ്, എന്നാലും വേഗം കിട്ടും. അല്ലെങ്കിൽ ഒരാൾ എന്റെ കൂടെ ഓണാക്കിയാലും കുഴപ്പമില്ല. അതാരാ? ഇപ്പൊ പറയും ഞാന്. എല്ലാരും ഞാന്. ഓക്കെ, അത് ഞാന് പറഞ്ഞ ഞാന് നവാസ് എന്ന ഐഡിയ ആണെന്നെങ്കിൽ തോന്നുന്നു.
അവരെന്റെ കൂടെ പറഞ്ഞോളൂ. ഹ മുതൽ ഹ ജീമ് കഴിഞ്ഞിട്ട് ഹ ഫത്ഹ അലിഫ് മദ് ഹ പറയും. ബാക്കി എല്ലാവരും ഗ്രൂപ്പിൽ പറയണം, ഉച്ചത്തിൽ പറയണേ. അവിടുന്ന് മൈക്ക് ഓഫ് ചെയ്തിട്ട് ഒച്ചത്തിൽ ഞാനിങ്ങനെ കാണുന്നുണ്ട് ചിലരൊക്കെ, ഞാനിങ്ങനെ കാണൂ തൊള്ള മുഫഖമ അലിഫ് മദ് മുഫഖമ അപ്പൊ അലിഫ് എപ്പോഴാണ് മുഫഖമാകുന്നത്? അതിന്റെ മുമ്പിലുള്ള അത് അക്ഷരത്തിന്റെ കൂടെ വരും. ചിന്തയെ കുറച്ച് പിന്നോട്ട് നമ്മൾ ബേസിക്കലി ടു ടൈപ്സ്, ഹെവി ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞില്ലേ ഇസ്തില ഇസ്തിഫാൽ. എന്നിട്ട് ഓൾവേസ് ഇസ്തില ആയ മുസ്തഖിൻ എന്ന് പറഞ്ഞു, അല്ലാത്തതൊക്കെ ഇസ്തിഫാലാണെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ മൂന്നാള് ചിലപ്പോ ഇസ്തില എന്ന പദവിയിൽ വരും മുഫഖമാവെന്ന് പറഞ്ഞു. ആരൊക്കെയായിരുന്നു? റാഹിന്റെത് നമ്മൾ അവിടെ പറഞ്ഞു. അലിഫിന്റെത് ഇതാ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അലിഫ് എപ്പോഴാ ചിലപ്പോൾ മുഫഖമാകുന്ന, എപ്പോഴാ മുഫഖമാകുന്നത് അലിഫ്? മുഫഖമായ അക്ഷരത്തിന് വരുമ്പോൾ, മുഫഖമായ അക്ഷരത്തിന് അലിഫ് വരുമ്പോൾ അലിഫും മുഫഖമായിരിക്കും. ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കൂ, ബോർഡ് ബുക്കിൽ എഴുതി വെച്ചോളൂ. ഇസ്തില ആയ അക്ഷരത്തിന് അലിഫ് നൽകുമ്പോ ആ അലിഫും ഇസ്തില ആയിരിക്കും, മുഫഖമായി വായിക്കണം. കറക്റ്റ്? റെഡി? ഓക്കെ ഓക്കെ. അപ്പോ ദാൽ ഫത്ഹ അലിഫ് മദ് ദാൽ ألف مد ദാൽ ഫത്ഹ അലിഫ് മദ് دال فتحة ألف مد റാ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ റാ را فتحة مفخمة ألف مد مفخمة را زاي فتحة ألف مد زا زاي فتحة ألف مد زا سين فتحة ألف مد سا سين فتحة ألف مد سا شين فتحة ألف مد شا شين فتحة ألف مد شا. എന്നാ പിന്നെ നിങ്ങൾ തന്നെ ചൊല്ലിക്കോളൂ, അത്യാവശ്യം ചൊല്ലുണ്ടല്ലോ. അടുത്ത് ചൊല്ലിക്കോളി. صاد فتحة مفخمة ألف مد مفخمة خا صا. അടുത്ത് واض فتحة مفخمة ألف مد مفخمة وا. അക്ഷരം ക്ലിയർ ആക്കാം പിന്നീട്. ഫത്ഹ ഇനി മൊത്തം കേട്ടോളൂ. ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ഐൻ ഫത്ഹ അലിഫ് മദ് غين فتحة مفخمة ألف مد مفخمة غا فاء فتحة ألف مد فاء قاف فتحة مفخمة ألف مد مفخمة قا كاف فتحة ألف مد كا لام فتحة ألف مد لا ميم فتحة ألف مد ما نون فتحة ألف مد نا هاء فتحة ألف مد ها واو فتحة ألف مد وا ياء فتحة ألف مد يا. ഏറ്റവും ഇഷ്ടമുള്ള വരി വളർമാരല്ലേ ഈ ശിവന്മാര്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ചോദിച്ചപ്പോ ഒരു മോൻ പറഞ്ഞത് വ്യത്യസ്തമായ അല്ലെങ്കിൽ പ്രത്യേകതയുള്ള വരി ഏതാന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, ഞാൻ വിചാരിച്ച ഉത്തരം നാലാമത്തെ പറയുന്നതായിരുന്നു. ആ ചെറിയ കുട്ടി, എനിക്ക് ഒരു 10-12 വയസ്സാണ്. ആ കുട്ടി പറഞ്ഞു മൂന്നാമത്തെ വരി. അതില്
5 മുഫഖമായ അക്ഷരം ഉണ്ട് എന്നാണ്. അപ്പൊ അത് വേഗങ്ങൾ മാറ്റി വെക്കരുത്, അതിനെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ശരി, അപ്പൊ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മെന്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അക്ഷരങ്ങൾ തഹജ്ജി ചെയ്യാൻ. 4ാമത്തെ ഹാല് ഇതില് മുഫഖമായ അക്ഷരങ്ങൾ ഏതൊക്കെയാ? കിട്ടുന്നില്ലല്ലേ? ഏതാണ്? ഓക്കെ ഓക്കെ, അതൊക്കെ പരിശോധനയ്ക്ക് വേണ്ടിയായിരുന്നു ഉദ്ദേശിച്ചത്. ഏതായാലും ഇതൊന്ന് നോക്കൂ. ഇവിടെ ബ്ലാക്കിൽ എഴുതിയ അക്ഷരങ്ങളായ അക്ഷരങ്ങളാണ്, മുറക്കത്തായിട്ടാണ് ഉച്ചരിക്കുക. എന്നാൽ റെഡിൽ എഴുതിയ അക്ഷരങ്ങൾ ഇസ്തീല ആണ്, മുഫഖമായിരിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കൂ. ബ്ലാക്ക് റെഡ് എന്ന ക്രമത്തിൽ അപ്പൊ അക്ഷരം മുഫഖമാകുമ്പോ അലിഫും മുഫഖ. غاشية غاشية عاملة تائبين طائفين كانوا قالوا لاعبين ظالمين. വ്യത്യാസം മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ എത്രാമത്തെ ഹാല ഇപ്പൊ പഠിക്കുന്നത്? 4ാമത്തെ ഹാല് ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയാ? എന്ന് പറഞ്ഞോളൂ കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. ഫത്ഹ അലിഫ് മദ്. ഫത്ഹ അലിഫ് മദ്ദിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു തജ്വീദ് ഹുക്ം എന്താണെന്നാ പറഞ്ഞത്? മുഫഖമായ അക്ഷരത്തിന്റെ മദ്ദിലും ഉണ്ട് മുഫഖമ മുറഖഖ എന്ന്, അല്ലേ? ക്ലിയർ ആവുന്നില്ല. ഓ അലിഫ് മദ്ദിലും മുറഖഖ മുഫഖമ വ്യത്യാസം ഉണ്ട്. അതെ. അത് ചോദിക്കൂ, എപ്പോഴാണ് അലിഫ് മദ് മുഫഖമാകുന്നത്? നമ്മൾ എന്ത് പറയും? മുഫഖമായ അക്ഷരത്തിന്റെ കൂടെ ഓക്കെ ഓക്കെ. ഈ പദത്തിൽ മുഫഖമായ അലിഫ് ഉണ്ടോ? അതെന്താ? അതുകൊണ്ട് ഇതെങ്ങനെ തഹജ്ജ് ചെയ്യാന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. PDF മുമ്പേ ഇതുവരെ ചെയ്ത തഹജ്ജ് സുഹൃത്തുക്കളെ നമ്മൾ തൊമ്മ മാത്രമായിരുന്നു. അത് പ്രാക്ടീസ് ചെയ്യാൻ മടി കാണിച്ച ആൾക്കാരെ അടുത്ത സ്റ്റെപ്പും കൂടെ ഒന്നിച്ച് ചെയ്യേണ്ടി വരുവേ. അലിഫ് മദ് മുഫഖമ ലാം കസ്റലി ഖാലി ഖാഫ് ضم ഖാലിഖു. കേട്ടില്ല, ഒന്നുകൂടി പറയും. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിക്കണേ. فتحة مفخمة ألف مد مفخمة لام كسرة لخالي خالق.
ശബ്ദം ക്ലിയർ അതെത്താ ശബ്ദം ഇവിടെ ഫുള്ളാണല്ലോ റേഞ്ച്. കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. അത് ക്ലിയർ ഏതാണ്ട് ആവുന്നുണ്ട്. ഏതാണ്ട് ഉറങ്ങേണ്ട ഒരു റക്കാലത്ത് ഉറങ്ങേണ്ട സമയമായി. അതുകൊണ്ടാ അതാ നിർത്തുക. ശരിയാ, 10 മണി ആവാനായില്ല. 10 മണി ആവാനോ? ഇനി എവിടെ 9. ആവാനായി? സാലിഹാത്തി സാലിഹാത്തി ഹജ്ജി എഴുതി വെക്കുക. നല്ലപോലെ നോട്ടിലേക്ക് ഇത് എഴുതണം. നോട്ടില്ലാണ്ടൊന്നും സംഗതി നടക്കില്ല. ഒരേല് വരും, നോട്ട് നോക്കും. ഇതിലേക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഏതെങ്കിലും പോകുമ്പോൾ വിളിക്കും, ഇതിലെങ്ങനെ വരുന്നുണ്ടെന്ന് അറിയും, നോട്ട് എടുത്ത് പരിശോധിക്കും. എല്ലാവരും അഡ്രസ് ഒക്കെ വാങ്ങാൻ പോവായിരുന്നു. ഈ പോണ വഴികളൊക്കെ നോട്ട് ചെക്ക് ചെയ്യാ പോവുക. സന്തോഷം. മനസ്സിലായില്ല, ഒരു നോട്ട് ബുക്ക് വാങ്ങണം എന്നാ. നിങ്ങളൊക്കെ ഉഷാറായി, നിങ്ങളൊരു ഉഷാറാ. എല്ലാരും നോട്ടൊക്കെ വാങ്ങി എഴുതാനൊക്കെ തുടങ്ങി. ഞങ്ങളൊന്നും എഴുതിയെടുക്കട്ടെ കേട്ടോ. നോട്ടുണ്ട് എഴുതലുണ്ട്. ഇപ്പൊ എഴുതാൻ സമയം തരൂല. ഇപ്പൊ എഴുതാൻ സമയം തരില്ല. PDF നോക്കി എഴുതിയാൽ മതി. അതിനാ ഞാൻ പ്രത്യേകമായി എഴുതേണ്ട സാധനം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് PDF അത് സെലക്ട് ചെയ്താ. അതിനാ സ്ക്രീൻഷോട്ട് ഒന്നങ്ങ് ഞെക്കിക്കളി, മൊബൈൽ അവിടെയും ഇവിടെയും. അൽഹംദുലില്ലാ. قاف مفخمة ألف مد مفخمة قا لام فتحة لا قال وقال. ഞാൻ ഒരാൾക്ക് അവസരം ഖാതലല്ലാഹു അലാ തഹജ്ജിയ. നിർത്തുക വേഗം പറയും. അലിഫ് ലാം ഫത്ഹ ല ഇസ്മുൽ ജലാലത്തി അല്ലാഹു. അവിടെ ഇവിടെ അള്ളാഹു എന്നുള്ളത് നമ്മൾ മുഫഹമായിട്ട് വലുതാക്കിയാ പറയുന്നത് അല്ലേ. അപ്പൊ ഇസ്മുൽ ജലാലത്തി എന്നൊന്നും പറയാതെ നമ്മൾ അവിടെ ഫ്രീ ആക്കി പറയും. ഇസ്മുൽ ജലാല അല്ലാഹു ഖാതലല്ലാഹു ഇല്ലാഹിന്ന് പറയേണ്ടി വരുമ്പോ ഇസ്മുൽ ജലാലത്തി തില്ലാഹി എന്ന് പറയാം. ഇവിടെ നമുക്ക് ഏറ്റവും സുഖം ഇസ്മുൽ ജലാല അല്ലാഹു എന്നാണ്. ഓ എവിടെയാണ് ജലാലത്തി വേണ്ടതെന്ന് മനസ്സിലായില്ല, ഒന്ന് ക്ലിയർ ആക്കി. ജലാലത്തീന്ന് പറഞ്ഞ പിന്നെ ഇല്ലാഹി എന്ന് പറയേണ്ടി വരും. കാരണം തീന്ന് കെസർ വന്നില്ലേ, കെസർ വന്നാൽ ഇല്ലാഹി എന്നാവില്ല. ഈ അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ജലാലന്റെ മുമ്പത്തെ അക്ഷരത്തിന് കെസർ വന്നാലേ, ഇസ്മുൽ ജലാലന്റെ മുമ്പത്തെ അക്ഷരത്തിന് കെസർ വന്നാൽ ഇല്ല എന്നുള്ള ശബ്ദം വരും. അപ്പൊ ജലാലത്തി ഇല്ലാഹി എന്ന് പറയും. എന്നാൽ അള്ളാഹു എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെ ഖാതല അള്ളാഹു എന്നല്ലേ. അപ്പൊ ലാമുള്ള എന്നുള്ള ശബ്ദം വരണ്ടേ, മുഫഹമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്മുൽ ജലാല തല്ലാഹു എന്ന് പറയാൻ താന്ന് പറയില്ലല്ലോ. ഇസ്മുൽ ജലാല അല്ലാഹു എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ഖാതലല്ലാഹു. മനുഷ്യന്മാർ ഉറങ്ങേണ്ട സമയമായിക്കണ്. قاف فتحة مفخمة ألف مد مفخمة قا تاء فتحة قات لام فتحة لا قاتل اسم الجلالة الله
قاتل الله ألف حمزة فتحة فتحة ما أما راء فتحة مفخمة را أمر اسم الجلالة الله أمر الله باء كسرة بي حاء كسرة به أمر الله به. ഇങ്ങനെ നിങ്ങൾ തഹജ്ജ് പരിശീലിക്കണം. ഈ വാക്കുകൾ നിങ്ങൾക്ക് തഹജ്ജ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് വോയിസ് ഹോംവർക്ക് ഗ്രൂപ്പിൽ അയച്ചു കൊടുത്ത് മെന്റേഴ്സ് ക്ലിയർ ചെയ്ത് തരാനുള്ള വാക്കുകളാണ് ഈ കാണുന്നത്. ആദ്യം ഇത് പഠിക്കുക, എന്നിട്ട് നിങ്ങൾ വേറെ വാക്കുകൾ കണ്ടെത്തി അതും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എന്താ പഠിച്ചതെന്നൊന്നും പറഞ്ഞിട്ടെ. ഫാത്തിഹ ഓതി ബസ്മൽ ഇസ്തിആദ ബസ്മല എന്നുള്ള പേര് പറഞ്ഞു. പിന്നെ ബസ്മലയുടെ തഹജ്ജ് കേൾപ്പിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു ബിസ്മി എന്ന് പറയുമ്പോൾ ബി കേൾക്കണം, ബിസ്മി അല്ല ബിസ്മിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു 3 ഹാലുകൾ നേരത്തെ പഠിച്ചതിന് പുറമെ 4, 5, 6 ഹാലുകൾ ദീർഘത്തിൻ്റെതാണ്. അലിഫ്മദ്, യാമദ്, വാവുമദ് കൂടുന്നതാണ് 4, 5, 6. അതിൽ 4ാമത്തെ ഹാലാണ് ഫത്ഹ അലിഫ്മദ്. അക്ഷരങ്ങൾക്ക് മുഴുവനും ഫത്ഹ അലിഫ്മദ് കൊടുത്ത് ആ ബാ ദാ സ ജ ഹ ഖ വായിക്കണം. വായിക്കുന്ന സമയത്ത് മുഫഖമായ അക്ഷരത്തിന് അലിഫും ഇങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ബാറകല്ലാഹു ഫീക്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി